കണ്ടനാട്ടെ പുന്നച്ചാൽ പാടശേഖരം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നടൻ ശ്രീനിവാസൻ പൊന്നു വിളയിച്ച മണ്ണ്. ഇന്ന് ആ മണ്ണ് കാട് കയറി കിടക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഇക്കുറി കൃഷിയും കാര്യങ്ങളൊന്നും ഇറക്കാത്തത് എന്ന ഒരു സംശയം എല്ലാവർക്കും തോന്നിയേക്കാം. നമുക്ക് അന്നത്തെ ശ്രീനിവാസൻ്റെ സന്തോഷകാരിയായിട്ടുള്ള മനു ഫിലിപ്പ് നമ്മളോടൊപ്പം ചെയ്തിട്ടുണ്ട്. മനുചേട്ടാ, എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം കൃഷി ഇറക്കാനുള്ള എന്താണ് സംഭവിച്ചത്? ഇപ്രാവശ്യം സീനിയറിനില്ലാതെ വന്നതോടുകൂടി സബ്സിഡിയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര പാടായി. കരടച്ച പേപ്പറിന് ഒപ്പിക്കുക, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ കൃഷിഭവന് അതുകൊണ്ട് താല്പര്യം കുറഞ്ഞ പെട്ടെന്നുള്ളൊരു സെലിബ്രിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ അത് കാരണം പയ്യെ നിർത്തി വെച്ചു. അദ്ദേഹം മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാത്തിനും കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ ഓടി വരും, പെട്ടെന്ന് ചെയ്തു തരും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആൾക്കാർക്കും കൃഷിയോടുള്ള താല്പര്യം ഇല്ല, സെലിബ്രിറ്റിയോടെ താല്പര്യം. ഇപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 5 ഏക്കറേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ 60 ഏക്കറുണ്ട്. എത്ര പേരെ കണ്ടുപിടിച്ച് എത്ര ഇതാക്കി ഭയങ്കര പാടാണ് സബ്സിഡികൾ ഒപ്പിക്കാനും എല്ലാത്തിനും. അതേപോലെ ശരിയായ കരടച്ച പേപ്പറിൽ കിട്ടാറില്ല. ഈ ആൾക്കാരൊക്കെ ഗൾഫിലും പുറത്തൊക്കെയാണ്. 46 പേരുടെ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും കരടൊന്നും അടയ്ക്കാറില്ല, വർഷങ്ങളായി കരടച്ചിട്ട്. കൃഷിഭവന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ, കാര്യമായ രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് വീണ്ടും പൊന്നു വിളയിക്കാൻ പറ്റിയ മണ്ണാണ്. ഉറപ്പായിട്ടും പൊന്നു വിളയിക്കാം. നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ വില്ലേജിൽ നിന്നുള്ള പേപ്പർ എടുത്ത് ചെയ്യുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, തീർച്ചയായും ചെയ്യാൻ പറ്റും. ഈ സബ്സിഡി അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാഭകരമായിട്ട് പോകില്ല, അല്ല തന്നെ മുടക്കുമുതൽ പോലും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലേ? ഇവിടെ വലിയ ലാഭമൊന്നും കിട്ടില്ല. ഇത് മണൽക്കണ്ടാണ്, ചുമ്മാ ഒരു രസത്തിന് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ശ്രീനേട്ടൻ ചെയ്തിട്ട് സ്ഥലമാണല്ലോ, അതിനോട് പിന്നെയും ചെയ്യണം. തുടർച്ച വേണം. ആ തുടർച്ച തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ കൃഷിഭവന്റെ ഭാഗത്തുനിന്നൊരു ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമല്ല. അല്ല. പണ്ടൊക്കെ തോടൊക്കെ ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ തോടൊക്കെ കണ്ടത്തിൽ മുകളിലായി പോയി. വെതവെള്ളം വറ്റിക്കാൻ ഒരു മാർഗ്ഗമില്ല. കണ്ടമാൻ ലേബറാവുകയാണ്. അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ അത് കൃഷിഭവൻ്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ നാളെ ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇതുവരെ റെഡിയായി വന്നിട്ടില്ല. അത് ശരിയാക്കാണ്ട് കൃഷി ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായ ഒരു അടിസ്ഥാന സൗകര്യം ഇവരൊരുക്കുന്നില്ല. ഒന്നും റെഡി ആയിട്ടില്ല. പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്? ശരിക്കും വെള്ളം പോകണം, നമുക്ക് വെതവെള്ളം പറ്റിക്കണം. ഇത്ര 60 ഏക്കറുള്ള കാരണം ഒരുമിച്ച് വിതയ്ക്കാനേ പറ്റുള്ളൂ, നടിയിൽ നടക്കില്ല. അത് വെതവെള്ളം പറ്റിക്കാനുള്ള മാർഗ്ഗം പോലും ഇവിടെ ഇല്ല. പഞ്ചായത്തോടാണ്, പള്ളിത്തോടാണ്. അത് നമ്മൾ ശരിയാക്കേണ്ട കാര്യമില്ല, പഞ്ചായത്തിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തു തന്നിട്ടില്ല ഇതുവരെ. പിന്നെ അവരിപ്പോൾ വന്ന് നോക്കാറില്ല. പണ്ടൊക്കെയാണെങ്കിൽ എപ്പോഴും പാടത്തുണ്ടാവും ശ്രീനായിട്ട് മണ്ണാറിന്. ഇപ്പോൾ ആരും കൂടി തിരിഞ്ഞു വരും നോക്കാറില്ല. നേരത്തെ ആ പൊന്നു വിളയിച്ച മണ്ണാണ്. ആ മണ്ണാണിപ്പോൾ മൊത്തത്തിൽ പുല്ല് പിടിച്ചാകെ കിടക്കുന്നത്. പക്ഷേ നേരത്തെ നടൻ ശ്രീനിവാസൻ ഉണ്ടായിരുന്നുവെങ്കിൽ അധികൃതർ തിരിഞ്ഞു നോക്കുന്ന ഒരിടം കൂടിയായിരുന്നു. ഇവിടെ കൃത്യമായ രീതിയിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ 60 ഏക്കർ പാടശേഖരം വീണ്ടും നെല്ലും അതോടൊപ്പം തന്നെ തണ്ണിമത്തനും ഓണത്തിന് മുന്നോടിയായിട്ട് പൂക്കൃഷിയൊക്കെ നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. അതുപോലും നടത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ രീതിയിലൊരു ഇടപെടൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ബന്ധപ്പെട്ട അധികൃതർ ഇത് കാണണം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.